ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അണകവിയും നഴലാഴിയാഴുമിന്നിൽ പ്രണയമുദിച്ചു കവിഞ്ഞു പാരവശ്യാൽ അണികരമീകി അണഞ്ഞിടുന്ന നാരായണ ഗുരുനായകനെന്റെ ദൈവമല്ലോ. ജയനാരായണ ഗുരുപ്രിയേ ശിവഗിരീശ്വരി ശാരദേ ചതുരാസ്യാക്ഷി ശരശ്ചന്ദ്രമരീചികേ ദേവി തുഭ്യം നമോ നമഃ. ഗുരുദേവ തൃപ്പാദങ്ങളിൽ ശതകോടി പ്രണാമം. ശ്രീ ഗുരുവും ശ്രീ ശാരദയും കൂട്ടായ്മയിലെ പ്രധാന അഡ്മിൻ അനിൽജി, ആചാര്യൻ മനോജ് ശാസ്ത്രികൾ, ആചാര്യ സുലേഖ മാം, മറ്റ് അഡ്മിൻ പാനൽ അംഗങ്ങളെ, ബാലവേദിയിലെ കുഞ്ഞുമക്കളെ, എൻ്റെ പ്രിയ ആത്മമിത്രങ്ങളെ, എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഈ കൂട്ടായ്മയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആത്മോപദേശ ശതകത്തിൻ്റെ 14-ാം ശ്ലോകത്തിൻ്റെ അർത്ഥവിവരണം പറയുവാനാണ് ഇന്ന് എനിക്ക് അവസരം കിട്ടിയിരിക്കുന്നത്. അതിന് ഞാൻ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു പ്രമുഖ ദാർശനിക കൃതിയാണ് ആത്മോപദേശ ശതകം. ദീർഘകാലത്തെ വേദാന്ത പരിചയം കൊണ്ടും സ്വന്തം മനഃശക്തി കൊണ്ടും ആർജിച്ചെടുത്ത തത്വങ്ങളെ ഗുരു ഈ കൃതിയിൽ ക്രോഡീകരിക്കുന്നു. പരമമായ സത്യം അറിവാണ്. അതാണ് ആത്മാവും. പരമാത്മാവ് അറിവിന്റെ രൂപത്തിൽ എല്ലാ വസ്തുക്കളിലും നിറഞ്ഞിരിക്കുന്നു. ഇന്ദ്രിയ നിയന്ത്രണത്തിലൂടെ ആ ആദിമഹസിനെ നാം സാക്ഷാത്കരിക്കണം. ഇതാണ് ആത്മോപദേശ ശതകത്തിൽ പരാമർശിക്കപ്പെടുന്ന ദർശനങ്ങളിൽ പ്രധാനപ്പെട്ടത്. ഗുരു അരുവിപ്പുറത്ത് വെച്ച് 1897 രചിച്ചതാണ് ഈ കൃതി എന്ന് പറയപ്പെടുന്നു. ജനങ്ങളുടെ മൊത്തത്തിലുള്ള വിമോചനവും സുഖവുമാണ് ഗുരു ലക്ഷ്യമിട്ടത്. ഇനി കൃതിയിലേക്ക് ഒന്ന് കടക്കാം. ത്രിഭുവന സീമ കടന്നു തിങ്ങി വിങ്ങും ത്രിപുടി മുടിഞ്ഞു തെളിഞ്ഞിടുന്ന ദീപം കപടയതിക്കു കരസ്ഥമാകുവില്ലെന്നുപനിഷദുക്തി രഹസ്യം ഓർത്തിടേണം. ത്രിഭുവന സീമ കടന്ന് തിങ്ങിവിങ്ങും ത്രിപുടി മുടിഞ്ഞു തെളിഞ്ഞിടുന്ന ദീപം കപടയതിക്ക് കരസ്ഥമാകുകയില്ല എന്നുപനിഷദുക്തി രഹസ്യമോർത്തിടേണം എന്നാണ് ഗുരു പറയുന്നത്. ത്രിഭുവന സീമ നമ്മളൊക്കെ സാധാരണ എല്ലാ മനുഷ്യരും ജീവിക്കുന്നത് 3 ഭുവനങ്ങളിലാണ്, 3 ഭൂമികളിലാണ്. ജാഗ്രത, സ്വപ്നം, സുഷുപ്തി എന്ന് പറയുന്ന നമ്മുടെ ബോധത്തിലെ 3 ഭൂമിയിലാണ് നമ്മുടെ കളി മുഴുവൻ. ഈ 3 ലോകങ്ങളെയും പ്രകാശിപ്പിച്ചു നിർത്തുന്ന ഒരു വെളിച്ചം ഈ 3 ലോകങ്ങൾക്കും അധിഷ്ഠാനമായിട്ട് ഇരിപ്പുണ്ടെന്നും അതേ വെളിച്ചം തന്നെയാണ് ജാഗ്രതത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും ഇരിക്കുന്നതെന്ന്, അതായത് പ്രകാശിക്കുന്നതെന്നും ഒക്കെ നാം മനസ്സിലാക്കി. പക്ഷെ നമ്മൾ കടലിലാണ് കഴിയുന്നതെങ്കിലും തുള്ളിയാണ് എന്ന ധാരണയിൽ ജീവിക്കുന്നവരാണ്. കടലിലാണെങ്കിലും തുള്ളിയായതുകൊണ്ട് എപ്പോഴും അപൂർണത അനുഭവിക്കുന്നവരാണ്. മുഴുവൻ സമയവും പൂർണ്ണരായി ഇരിക്കുമ്പോഴും അപൂർണത അനുഭവിക്കുക എന്ന് പറയുന്നത് ഉറക്കം നടിക്കുന്നത് എന്നതുപോലെയാണ്. ഉറങ്ങുന്നവര് പോലും അല്ല, നമ്മളല്ല എന്നാണ്. നമ്മൾ ഉറക്കം നടിക്കുന്നവരാണ്. ഉറക്കം നടിക്കുന്നവരെ വിളിച്ചുണർത്താൻ പറ്റുകയില്ല. ഉറക്കം നടിക്കുന്ന ഒരാളെ എങ്ങനെ എഴുന്നേൽപ്പിക്കാനും പറ്റുകയില്ല. ഉറക്കം നടിക്കുന്ന ഒരാൾക്ക് എന്ത് കിട്ടിയാലും അടിച്ചാലും ഉദാത്തമായിട്ട് സ്നേഹത്തോടെ വിളിച്ചാലും അവർ ഉണരുകയില്ല. നമ്മുടെ ഉണ്മയെ അനേകമായും അനിത്യമായും കാണാനിടയാകുന്ന പ്രകൃതി ശക്തി ത്രിഗുണങ്ങളാണെന്ന് നാം കണ്ടു. ത്രിഗുണങ്ങൾക്ക് അതീതമായി തീരുകയാണ് നിത്യമായ നമ്മുടെ സ്വരൂപം. അതായത് ആത്മസ്വരൂപം കണ്ടെത്താനുള്ള വഴി എന്നും കണ്ടു. ത്രിഗുണങ്ങൾ പ്രകൃതി സഹജമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഭാവന കൊണ്ട് നെയ്തെടുത്ത പല സങ്കല്പങ്ങൾക്കും അടിമപ്പെട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അവയെല്ലാം നമ്മുടെ തനിയായ സ്വരൂപം ദർശിക്കുന്നതിന്
തടസ്സമായി നിൽക്കുന്നവയാണ്. അങ്ങനെയുള്ള ഭാവനകളിൽ ഒന്നാണ് മൂന്ന് ലോകങ്ങളെ സംബന്ധിച്ചുള്ളത്. നമ്മുടെ പുരാണങ്ങളിൽ ഭൂമി, സ്വർഗം, പാതാളം എന്ന് മൂന്ന് ലോകങ്ങളെ പറ്റി പറയുന്നുണ്ട്. ചിലപ്പോൾ 14 ലോകങ്ങളെ പറ്റിയും പറയും. വേദങ്ങളിൽ ഭൂമി, അന്തരീക്ഷം, സ്വർഗം എന്നിങ്ങനെയാണ് ലോകങ്ങളെ തിരിച്ചിരിക്കുന്നത്. ത്രിഭുവനങ്ങൾ ലോകങ്ങളുടെ തുകയെ സൂചിപ്പിക്കുന്നു. ഏത് പേരിട്ട് വിളിച്ചാലും നമ്മുടെ ജീവിതത്തിൽ നാം വിലയുള്ളതായി കരുതുന്ന ചിലതിനെ വെച്ചുകൊണ്ടുള്ള അർത്ഥമാണ് ഈ ലോകങ്ങൾക്കുള്ളത്. ഇങ്ങനെ വിലയുള്ളതായ നാം കരുതുന്നവയെയാണ് മൂല്യങ്ങൾ എന്ന് സാധാരണ വിളിച്ചു പോരുന്നത്. അത് വസ്തുക്കളോ വസ്തുതകളോ സങ്കല്പങ്ങളോ ഒക്കെയാവാം. എല്ലാവരും ഒരുപോലെ അഭികാമ്യമായി കരുതുന്നതും ഇതെല്ലാം ജീവിതത്തിൽ കൈവന്നാൽ എത്ര നന്നായിരുന്നു എന്ന് കൊതിക്കുന്നതുമായ പലതുമുണ്ട്. ആ മൂല്യങ്ങളുടെ ആകത്തുകയാണ് സ്വർഗം. അതുപോലെ തന്നെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ എല്ലാവരും കൊതിക്കുന്നതായവയുടെ ആകത്തുകയാണ് പാതാളം അഥവാ നരകം. ഈ രണ്ട് ലോകങ്ങളും നമ്മുടെ ഭാവനയിലുള്ളവയാണ്. യഥാർത്ഥത്തിൽ ജീവിക്കുന്നതാകട്ടെ രണ്ടിനും നടുക്കുള്ള ഒരു തലത്തിലാണ്. അതാണ് ഭൂമി. ഭാവനയിലുള്ള ഉത്കൃഷ്ട മൂല്യങ്ങളുടെ ലോകവും അപകൃഷ്ട മൂല്യങ്ങളുടെ ലോകവും നമ്മുടെ അനുഭവങ്ങൾ തന്നെയാണ്. ഭാവനയിലാണെന്ന് മാത്രം. ഭൂമിയാകട്ടെ പ്രത്യക്ഷാനുഭവത്തിലുള്ളതും എല്ലാം അനുഭവങ്ങൾ തന്നെ. അറിവിലാണ് അനുഭവങ്ങളെല്ലാം സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ മൂന്ന് ലോകങ്ങൾ ഒരേ അറിവിന്റെ പല അനുഭവ തലങ്ങൾ മാത്രമാണ്. മൂന്ന് ലോകങ്ങളും അറിവിന്റെ നിറവിനകത്താണ് എന്നർത്ഥം. അപ്പോൾ ആ അറിവ് ഏത് തരത്തിലുള്ളതാണ്? അത് മൂന്നിനും അപ്പുറത്തു നിന്ന് പ്രകാശിക്കുന്നതാണ്. അതിന്റെ പ്രകാശത്തിലാണ് മൂന്ന് ലോകങ്ങളും പ്രകാശിക്കുന്നത്. ആ അറിവാണ് നമ്മുടെ നിത്യവും ഏകവുമായ സ്വരൂപം. മറ്റൊരു ഭാവന ത്രിപുടിയെ പറ്റിയുള്ളതാണ്. അതായത് ഏതൊരു അറിവും ഉണ്ടാകണമെങ്കിൽ അറിയുന്ന ഒരാൾ, അറിയാനുള്ള വസ്തു, അറിവ് എന്നിങ്ങനെ മൂന്നംശങ്ങൾ അതിൽ വേണം എന്ന ധാരണ അറിവ് ആന്തരികമാണ്, ഓരോ വ്യക്തിയിലും ഉണ്ടാക്കുന്നതാണ്. ഇതിനെ പറ്റി നാം 4-ാം ശ്ലോകത്തിൽ പഠിച്ചല്ലോ. അതൊരാവർത്തി കൂടി നോക്കുക. അവിടെ പറഞ്ഞ ആദ്യ മനസ്സ് തന്നെയാണ് ഇവിടെ പറയുന്ന ദീപം. അത് നിത്യവും ഏകവുമായ ആത്മാവിന്റെ പ്രകാശം തന്നെയാണ്. ത്രിഭുവന സീമ കടക്കുന്ന ദീപം എവിടെയാണ് തിങ്ങി വിങ്ങി തെളിഞ്ഞു നിൽക്കുന്നത്? ത്രിഭുവനങ്ങളിൽ തന്നെ. അതുപോലെ തന്നെ ത്രിപുടിയിലും ബ്രഹ്മാണ്ടം മുഴുവനും ഉള്ളിലുള്ള ലോകത്തിൽ മുഴുവനും തിങ്ങി വിങ്ങി നിറഞ്ഞിരിക്കുന്നത് ഒരൊറ്റ പൊരുളാണ്. ആഭരണങ്ങളിൽ സ്വർണം എന്ന പോലെ അത് പ്രകാശമയമാണ്. അത് സകലതിനെയും പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ദീപത്തോട് അതിനെ ഉപമിച്ചിരിക്കുന്നു. നമ്മുടെ സത്യമായ സ്വരൂപം കണ്ടെത്തുന്നതിന് നമ്മെ തന്നെ സജ്ജരാക്കേണ്ടതിനെ പറ്റി 7, 8, 9 ശ്ലോകങ്ങളിൽ പറഞ്ഞല്ലോ. നമ്മുടെ ഇന്ദ്രിയങ്ങൾ, മനസ്സ് എന്നിവയെ തികച്ചും സംയമനം ചെയ്ത് അന്തർമുഖമാക്കി ഒരു തപസ്സിന്റെ കരുക്കളാക്കി തീർക്കണമെന്ന് അവിടെ പറയുകയുണ്ടായി. എന്നാൽ മനസ്സിൽ എല്ലാ ലൗകിക താല്പര്യങ്ങളും വച്ചു പുലർത്തി കാൽപ്പനികമായി രമിക്കുകയും പുറമെ കർമ്മേന്ദ്രിയവും ജ്ഞാനേന്ദ്രിയങ്ങളെയും അടക്കിപ്പിടിച്ചു നിൽക്കുകയും ചെയ്യുന്നവരുണ്ട്. അങ്ങനെയുള്ളവരെയാണ് മിഥ്യാചാരന്മാർ എന്ന് പറയുന്നത്. ഭഗവത്ഗീതയിൽ അവരെ ഇങ്ങനെ വിളിക്കുന്നു. ഇവിടെ അവരെ കപട യതികൾ എന്ന് വിളിച്ചിരിക്കുന്നു. ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും യമനം ചെയ്ത് ആത്മോന്മുഖമാക്കിയവരാണ് യതികൾ. ഉപനിഷത്തുകളിലും ആത്മജ്ഞാന ലാഭത്തിൽ ആത്മസംയനത്തിനുള്ള സ്ഥാനം എവിടെയും എടുത്തു പറയുന്നത് കാണാം. ഗുരുവും അത് ഇവിടെ ആവർത്തിക്കുന്നു. ഉപനിഷത്ത് രഹസ്യം തന്നെയാണ് ഗുരു ഇവിടെ നമുക്ക് വെളിപ്പെടുത്തി തരാൻ പോകുന്നതെന്നുകൂടി മനസ്സിലാക്കിക്കൊള്ളണം. ആ ഗൗരവബുദ്ധിയോടും സംയമനത്തോടും കൂടി നമുക്ക് ഗുരുവിന്റെ ചിന്തയെ പിന്തുടരാം. ഒരിക്കൽ കൂടി ശ്ലോകം ഒന്ന് ചൊല്ലാം. ത്രിഭുവന സീമ കടന്നു തിങ്ങി വിങ്ങും ത്രിപുടി മുടിഞ്ഞു തെളിഞ്ഞിടുന്ന ദീപം കപടയതിക്കു കരസ്ഥമാകുവില്ലെന്നുപനിഷദുക്തി രഹസ്യമോർത്തിടേണം. ത്രിഭുവന സീമ കടന്ന് 3 ലോകങ്ങളുടെ അതിരുകൾക്കും അപ്പുറത്ത് പോയി എങ്ങും തിങ്ങി വിങ്ങുന്നതായ ത്രിപുടി മുടിഞ്ഞു തെളിഞ്ഞിടുന്ന ദീപം, ത്രിപുടി ഇല്ലാത്തതായി അതിനപ്പുറം പ്രകാശിക്കുന്നതായ ആത്മദീപം, കപടയതിക്ക് യമനം പുറമെ മാത്രം കാണിക്കുന്ന മിഥ്യാചാരന്മാർക്ക്
കരസ്ഥമാവുകയില്ല എന്ന ഉപനിഷദുക്തി രഹസ്യം എന്നുള്ളതാണ് ഉപനിഷത്തുകളിൽ നൽകിയിട്ടുള്ള ജ്ഞാനോപദേശങ്ങളുടെ രഹസ്യം. ഓർത്തിടേണം എന്നുള്ളത് പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ടും ഇത്രയും നേരം എന്നെ ശ്രവിച്ചിരുന്ന എല്ലാവർക്കും ഗുരുദേവനാമത്തിൽ നന്ദി അറിയിച്ചുകൊണ്ടും എൻ്റെ ഈ ചെറിയ വാക്കുകളെ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ.